ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഉയർപ്പ് കാലത്തിൻ്റെ 3-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് അജപാലകരുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പ്രവർത്തനമാണല്ലോ അജപാലന പ്രവർത്തനം. പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം അജപാലന ശുശ്രൂഷയായി കണ്ടുകൊണ്ട് ആ ശുശ്രൂഷയുടെ നിറവ് കർത്താവിൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് കർത്താവിൻ്റെ അജപാലന ജീവിതത്തിൻ്റെ ആകത്തുകയാണ്. ഈ അജപാലനത്തിൻ്റെ വഴികളിലൂടെ വേണം കർത്താവ് ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും അനുവർത്തിക്കേണ്ടതെന്ന് കർത്താവ് ഈ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നോട് കൂടെയായിരിക്കുക, പ്രസംഗിക്കാൻ അയക്കപ്പെടുക, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുക. ഈ 3 കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് തന്നോട് കൂടെയായിരിക്കുക എന്നതാണ്. ഇവിടെ പത്രോസാണ് കേന്ദ്രബിന്ദു. ഈ സംഭവത്തിലെ പ്രാതൽ കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, മറ്റെല്ലാവരെയും കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പുതിയ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി പത്രോസിനെ തിരഞ്ഞെടുക്കാനുള്ളത് കൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റെല്ലാവരെയും കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആളിനെ എത്ര അധികമായി സ്നേഹിക്കുന്നുവോ അതനുസരിച്ചാണ് ആ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്, മറ്റെല്ലാവരെയും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് മറുപടി പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, എൻ്റെ ആടുകളെ നീ മേയിക്കുക. അജപാലന ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. ഇനിയും 2 പ്രാവശ്യം കൂടി കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കാം 3 പ്രാവശ്യം ഒരു കാര്യം തന്നെ പത്രോസിനോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം? അതായത് ഗൗരവമേറിയ ഒരു കാര്യമാണ് പത്രോസ് ഏറ്റെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കർത്താവ് പത്രോസിനെ ഫലമേൽപ്പിക്കാൻ പോകുന്നത്. അത്രമാത്രം ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണ് താൻ ഏറ്റെടുക്കുന്നത് എന്ന ബോധ്യം പത്രോസിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെക്കുറിച്ചാണ്, അതിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് കർത്താവ് ചോദിക്കുന്നത്. രണ്ടാമതും ചോദിക്കുന്നു, കർത്താവ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് അവിടെയും മറുപടി സെയിമായിട്ട് പറയുന്നു, ഒരേ മറുപടി തന്നെയാണ് പറയുന്നത്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ. കർത്താവ് വീണ്ടും പറയുന്നു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. 3-ാമതും പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു. കർത്താവിൻ്റെ 3-ാമത്തെ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ പത്രോസ് ദുഃഖിതനായി എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നുവല്ലോ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് വീണ്ടും തൻ്റെ ഈശോയുമായുള്ള സ്നേഹത്തിൻ്റെ നിറവ് പ്രകടിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അജപാലന ദൗത്യത്തിൻ്റെ, അജപാലന ശുശ്രൂഷയുടെ
അടിസ്ഥാനം എന്താണ് എന്ന് കർത്താവ് ഈ സംവാദത്തിലൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരും മെത്രാന്മാരും സന്യസ്തരുമൊക്കെ ഈ ഒരു സ്നേഹത്തിൻ്റെ നിറവിലായിരിക്കണമെന്ന്, ഈശോയുമായുള്ള ആഴമേറിയ ബന്ധത്തിലായിരിക്കണമെന്നത് കർത്താവ് വരച്ചു കാട്ടുകയാണ്. നമുക്കറിയാം, ഈശോയുടെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു, പുതുഞായറും കഴിഞ്ഞു. ഇനിയുള്ള ഉത്ഥാനാനന്തര ജീവിതമാണ്. ഈ ഉത്ഥാനാനന്തര ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന അജപാലകരെയാണ് സഭയ്ക്ക് ആവശ്യമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ മക്കളായ ദൈവജനത്തെ നയിക്കേണ്ടവരാണ് അജപാലകർ. ഈ അജപാലകർ ദൈവജനത്തെ നന്നായി നയിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് ദൈവവുമായുള്ള ആഴമേറിയ സ്നേഹബന്ധമുണ്ടായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്നേഹബന്ധത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് വേണം അജപാലകൻ തൻ്റെ ആടുകളെ നയിക്കുവാൻ. ആ സ്നേഹബന്ധത്തിൽ, ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടായാൽ അത് അജഗണത്തെ നയിക്കുന്നതിൽ ആ അജപാലകൻ പരാജയപ്പെടുമെന്നുകൂടി പരോക്ഷമായ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള അജപാലകരെ, കർത്താവ് നൽകുന്ന ഈ പ്രബോധനം സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. പത്രോസിനോട് കർത്താവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിന്റെ മരണം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതെ, അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പത്രോസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് പത്രോസ് ജീവിച്ചു. ആ പത്രോസിന്റെ ഈശോയുമായുള്ള ആഴമേറിയ ബന്ധത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് പത്രോസ് എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. തൻ്റെ മുമ്പിൽ വന്നവർക്കൊക്കെ കർത്താവിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. വചനം പങ്കുവെച്ചുകൊണ്ട് പത്രോസ് കർത്താവിൻ്റെ ദൗത്യം പൂർത്തിയാക്കി. പത്രോസ് സഹനത്തിലൂടെ കടന്നുപോയി കർത്താവ് പറഞ്ഞതനുസരിച്ചുള്ള മരണം വരിക്കുകയും ആ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവസാനം കർത്താവ് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. പത്രോസിനെ ഇതിനു മുമ്പ് കർത്താവ് വിളിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ 21-ാം അധ്യായമാണ്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗമാണ്. ഉത്ഥാനാനന്തര ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കേണ്ടവനാണ് പത്രോസ് എന്ന് കർത്താവ് പറയുമ്പോൾ, അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാവരും കർത്താവിനെ അനുഗമിക്കേണ്ടവരാണെന്ന വലിയ ചിന്ത ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ്. അജപാലക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ആധ്യാത്മികതയുടെ അടിസ്ഥാനം ദൈവത്തോടുള്ള അദമ്യമായ ബന്ധവും ബന്ധപ്പെടലുമാണ്. അത് കൗദാശിക ജീവിതത്തിലുള്ള വളർച്ചയാണ്, വിശ്വാസത്തിലുള്ള വളർച്ചയാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലാ അജപാലകർക്കും ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനുള്ള ദൈവ കൃപയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവരിൽ എന്നും പ്രവർത്തന നിരതമാകട്ടെ. അങ്ങനെ അജപാലന ശുശ്രൂഷ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാനും മരണം വരെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിതം സമർപ്പിക്കുവാനും എല്ലാ അജപാലകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തലം കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്, ഒരു ചിന്ത. അതായത് കുടുംബ ജീവിതക്കാരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. കർത്താവ് അജപാലരെ ഉദ്ദേശിച്ച് മാത്രമല്ല ഇത് പറയുന്നത്. കുടുംബജീവിതം എന്ന കർത്താവിൻ്റെ സ്ഥാപനമായ ആ ഒരു വിവാഹ ദാമ്പത്യ ബന്ധത്തിലൂടെ വളരുന്ന ഓരോ കുടുംബനാഥന്മാർക്കും കുടുംബനാഥമാർക്കും കർത്താവ് കൊടുക്കുന്ന ഒരു വലിയ ഉപദേശം കൂടിയാണിത്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പിതാവും മാതാവും ഒരു കുടുംബത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അമരത്തിരുന്ന കുടുംബമാകുന്ന വഞ്ചി തുഴയുന്നവരാണ്. ഇവരുടെ അടിസ്ഥാനപരമായ ജീവിതത്തിൽ അവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും സ്നേഹം മാത്രമായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവിടുന്ന് സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മധുരിമ ആസ്വദിച്ചുകൊണ്ട് ആ സ്നേഹം ദാമ്പത്യ ജീവിതത്തിലും മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിലുമൊക്കെ പുലർത്തണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തിൽ ഒരുമയോടെ ജീവിക്കുമ്പോഴാണ്
ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നത്. ഭർത്താവ് വിചാരിക്കുകയാണ്, ഭാര്യ പ്രാർത്ഥിച്ചോട്ടെ, എനിക്ക് മറ്റു പല കാര്യങ്ങളുമുണ്ട് എന്ന് വിചാരിച്ചാൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാവില്ല. രണ്ടുപേരും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കുവാനും ഒക്കെ കഴിയുമ്പോഴാണ് കുടുംബം സ്നേഹത്തിൻ്റെ പരിശീലന കളരിയായി മാറുന്നത്. ഭാര്യയും ഭർത്താവും എപ്പോഴും സ്നേഹമാകുന്ന മിശിഹായോട് ചേർന്നിരിക്കുന്നവരായി മാറണം. അപ്പോഴാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവം നൽകുന്ന ദാനമായ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളും സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുന്നത്. ആ കുഞ്ഞുങ്ങൾ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുമ്പോഴാണ് കുടുംബം മുഴുവനും സ്നേഹത്തിൻ്റെ പരിശീലന കളരിയായി മാറുകയും ആ കുടുംബത്തിൽ നിന്നും സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയും പ്രസരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കുടുംബത്തിൽ നിന്നും സ്നേഹം പുറത്തേക്ക് പ്രസരിക്കുമ്പോൾ ആ കുടുംബത്തിൽ വസിക്കുന്നവരുടെ സമൂഹങ്ങളാകുന്ന ആളുകളുടെയൊക്കെ ഇടയിൽ ആ സ്നേഹം മുഴുവനും പ്രചരിക്കപ്പെടും. അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അത് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ജീവിതമാണ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം ഉത്ഥാനാനന്തര ജീവിതം എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ്സിൽ നിന്നുകൊണ്ട് കർത്താവ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരെയും മാറ്റി നിർത്താതെ, അത് സജാതിയെന്നോ വിജാതിയെന്നോ ഭേദമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ, ദരിദ്രനെന്നോ ധനികനെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, ഈശോയെപ്പോലെ എല്ലാവരോടും സഹിഷ്ണുത കാണിക്കുന്ന, അനുകമ്പ കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ വലിയ വക്താക്കളായി മാറുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാനാനന്തര ജീവിതം ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി തീരുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. സ്നേഹം തന്നെയാകുന്ന മിശിഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.